നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ് ഫ്രം റിഫ്ലക്ഷൻസ് കാർ കെയർ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 2010 മോഡൽ ഹോണ്ട സിറ്റി കാറിൽ ഒരു ഹെഡ്ലൈറ്റ് G5 പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ചേഞ്ച് എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോണ്ട സിറ്റി 2010 മോഡൽ ഹോണ്ട സിറ്റി കാറ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുമ്പോഴുള്ള കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുറച്ച് ഫീഡൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്യാനുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ ലൈറ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. എത്രയാണ് ഇതിൻ്റെ വരുന്ന ഔട്ട്പുട്ട്, എങ്ങനെ ഏത് രീതിയിലാണ് ലൈറ്റ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഡിമ്മും ബ്രൈറ്റൊക്കെ ഈ രീതിയിലായിരുന്നു വരുന്ന സമയത്ത് കണ്ടിരുന്നത്. ഹാലജൻ ബൾബ്, സാധാ ഒരു ഹാലജൻ ബൾബാണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ലോ ബീം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ലോ ബീമിൻ്റെ ഒരു കട്ട് ഓഫ് പാറ്റേൺ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബൾബാണെങ്കിൽ 6055 വാട്ട് ഹാലജൻ ബൾബാണ്. നമ്മുടെ ഹൈ ബീം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലുമാണ് ഹൈ ബീം കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്ത് നോക്കാം, എത്രയാണ് ഇതിന് ഇപ്പോൾ ഉള്ള ഇൻറ്റൻസിറ്റി എന്ന്. ലോ ബീമിൽ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 850 ലക്സസ് ആണ്. അറൗണ്ട് 850 ലക്സസ് ആണ് നമ്മുടെ ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. നമ്മൾ ഹൈ ബീം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1300 ലക്സസ് ആണ് നമ്മളുടെ ഹൈ ബീമിൽ കിട്ടുന്നത്, 1300 ലക്സസ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പണി അങ്ങ് തുടങ്ങിക്കളയാം. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ അകത്തൊരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഈ ഹെഡ്ലൈറ്റ് G5 പ്രൊജക്ടറാണ് നമ്മൾ പറഞ്ഞിരുന്നു. G5 പ്രൊജക്ടറിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് കാണുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രൊജക്ടർ വെച്ച് ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളുടെ ഹെഡ്ലൈറ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ബമ്പറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്താണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബമ്പർ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. അപ്പോൾ ആ ഒരു സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ എല്ലാം റെഡിയാണ്. നമുക്കിനി ലൈറ്റിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളുടെ വാഹനം ഡെലിവറി ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ലൈറ്റ് കത്തിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഇപ്പോൾ കാണുന്നത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് G5 പ്രൊജക്ടർ വെച്ചതിന് ശേഷം കാണുന്ന ഒരു മാറ്റം. അപ്പോൾ ഇതിൻ്റെ ലോ ബീം ഈ രീതിയിലാണ് കട്ട് ഓഫ് ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മുടെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഷാർപ്പ് കട്ട് ഓഫാണ് നമ്മളുടെ ലോ ബീമിൽ നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഹൈ ബീം ഒന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു ബെൻസിൻ്റെ പോലെ ഒരു 2 ട്രൈ ആരോസാണ് നമുക്കിതിൻ്റെ ഹൈ ബീം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്കതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം എത്ര ചേഞ്ചസ് വരണു എന്നുള്ളത്. നമുക്ക് ലോ ബീമിൽ കിട്ടുന്ന ഒരു 3300 ലക്സസ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 850 ലക്സസ് ആയിരുന്നു. അതുപോലെ തന്നെ ഹൈ ബീം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ഒരു 3700 ലക്സസ് ആണ് നമ്മുടെ ഹൈ ബീമിൽ കിട്ടുന്നത്. ആദ്യം അത് ഒരു 1200 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലോ ബീമിലാണെങ്കിലും ഹൈ ബീമിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു അപ്പിയറൻസ് ചേഞ്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ വാഹനവും ആദ്യവും ഇപ്പോഴും തമ്മിലുള്ള ഒരു ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഹെഡ്ലൈറ്റ് G5 പ്രൊജക്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ പുറത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷറൗഡാണ്. DRL അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും, അതായത് ഫാൻസി ഐറ്റംസ് ഒന്നും നമ്മൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഒരു പ്ലെയിൻ ഷറൗഡ് മാത്രം. ആ ഷറൗഡിൻ്റെ പേരെന്ന് പറയുന്നത് ടിഗ്വാൻ എന്ന് പറയുന്ന പേരാണ് നമ്മൾ ഈ ഷറൗഡിന് പറയുന്നത്. വളരെ പ്ലെയിനായിട്ട്, അതായത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഷറൗഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം കസ്റ്റമറിനും അതിൻ്റെ അകത്ത് വേറെ ഫാൻസി ഐറ്റംസിനോടൊന്നും താല്പര്യങ്ങളുണ്ടായിരുന്നില്ല. ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം ലൈറ്റ് ഔട്ട്പുട്ട് ഭംഗിയായിട്ട് കിട്ടുക, റോഡിൽ വാഹനം ഭംഗിയായിട്ട് ഓടിക്കാനുള്ള ലൈറ്റ് ഔട്ട്പുട്ട്, ഇതായിരുന്നു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്. അതിവിടെ ഭംഗിയായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന സെഗ്മെൻറ്റുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്പിയറൻസ് വൈസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിൽ ആദ്യമേ ലൈറ്റ് ഫെയ്ഡായിരുന്നു. നമ്മളതൊരു റീസ്റ്റോറേഷൻ ചെയ്ത് അതിൻ്റെ ഗ്ലാസ് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം പ്രൊജക്ടർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു പ്രീമിയം എലഗൻറ്റ് ലുക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ചേഞ്ചാണ് നമുക്ക് വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ റോഡ് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഈ വാഹനം രാത്രി ഒന്ന് റോഡിൽ ഓടിച്ചു നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ചൊക്കെ വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ള ഒരു ഹൈ ബീമും ലോ ബീമാണ് കാണുന്നത്. റോഡിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വാഹനം അടുത്ത് തന്നെ ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ ആ ലോ ബീം പാറ്റേൺ നോക്കുക, വളരെ ഭംഗിയായിട്ട് റോഡ് നല്ല വൃത്തിയായിട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ലോ ബീം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കട്ട് ഓഫിൻ്റെ മേലേക്ക് ഫുള്ളായിട്ട് ഇരുട്ടാണ്. കാരണം എതിരെ വരുന്ന വാഹനങ്ങളുടെ ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ ലോ ബീം വരുന്നത്. ആ ഒരു കട്ട് ഓഫിൻ്റെ മേലേക്ക് ഒരു രീതിയിലും ലൈറ്റ് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരെ വരുന്നവർക്ക് വളരെ ഒരു കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കും ആ
കട്ട് ഓഫിൻ്റെ താഴെയുള്ള ഭാഗം എത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ, ഒരു 60-70 കിലോമീറ്ററിൽ പോകുമ്പോഴാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഏരിയയിൽ റോഡ് കാണാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബൾബാണെങ്കിലും ഒരു 5500 കെൽവിനാണ് കളർ ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു കുറച്ച് വാമായിട്ടുള്ളൊരു കളർ തന്നെയാണ്. 5500 എന്ന് പറയുന്നത് ഒരു 6000 വളരെ അടുത്താണ്, വൈറ്റിനോട് ചേർന്നാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് വാമായിട്ടുള്ള ലൈറ്റ് തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ്, അതുകൊണ്ട് തന്നെ ഓരോ വാഹനത്തിലും എന്ത് വരുന്ന ചേഞ്ചസ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു സ്റ്റാൻഡേർഡ് കമ്പാരിസൺ ടെസ്റ്റിംഗ് റോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നനഞ്ഞെടുക്കുന്ന റോഡിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിസിബിലിറ്റി വളരെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ 5500 കളർ ടെമ്പറേച്ചറുള്ള ബൾബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നനഞ്ഞ റോഡുകളിൽ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാഹനം ഓടിച്ചു പോകാനായിട്ട് വളരെ ഭംഗിയായിട്ട് വാഹനം ഹൈ ബീമിലാണെങ്കിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് വീഡിയോയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ ഓണറാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള റിക്വയർമെൻ്റ് ആയിരുന്നു റോഡിൽ ഭംഗിയായിട്ട് വെളിച്ചം കാണണം എന്നുള്ളത്. അത് ഇപ്പോൾ ഭംഗിയായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും. വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതിലും ഒരു സ്റ്റെപ്പ് മേലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങളുടെ വാഹനത്തിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ട് വേണം വരാനായിട്ട്. നമുക്കൊരു ഫുൾ ഡേ ആണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, എങ്കിലേ നമുക്ക് ഒരു പ്ലാൻഡായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരു വാഹനം മാത്രമാണ് ഒരു ദിവസം ഇവിടെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.